ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു കാസർഗോഡ് ഹിഡൻ ആയിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടെയാണ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് കം വിത്ത് മീ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ വിചാരിച്ച ഈ ബാഗ് എടുക്കാമെന്ന്. ഇതിൻ്റെ കൂടെ മാച്ച് ആകില്ല, എങ്കിലും ഞാൻ ഇതെടുക്കാം. ഇതെൻ്റെ അമ്മയുടെ ബാഗാണ് ഗൈസ്. ഞാൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ബാഗ് മാത്രമല്ല, വേറെ പല അടിച്ചു മാറ്റി ഞാൻ അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്ഥലത്തെത്തിയിട്ട് അപ്പോൾ ഗായ്സ്, നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു പാർക്കാണ്. ഇവിടെ കുറേ ഇപ്പം തന്നെ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടെ പാർക്ക് വിത്ത് പ്ലേ ഗ്രൗണ്ടും ഉണ്ട് ഗായ്സ്. വലിയ സ്ഥലമാണ്, നല്ല നീറ്റ്നെസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ അകത്തേക്ക് വേറെ എൻട്രി ഉണ്ട്. അവിടെയോ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികളിൽ നിന്നിങ്ങനെ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. പിന്നെ വാക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്കും പറ്റും. മുകളിൽ ഇങ്ങനെ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു കുട്ടികൾ അവിടെ വന്നിട്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രി. അപ്പുറത്തെ സൈഡിലേക്കുള്ള എൻട്രി ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ റൈഡും കാര്യങ്ങളും കുറേയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ എൻട്രി. ആദ്യം ഇവിടെ ഇങ്ങനെ കുറേ റൈഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രംബോളിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലത്തെ കുറേ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ കയറാൻ പറ്റുന്ന റൈഡും വലിയവർക്കുള്ള മറ്റേ സ്വാൻ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. അതൊക്കെ കണ്ടാണ് വന്നത്. ഗായ്സ്, ഇവിടെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഇരിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ. പക്ഷേ ഇന്ന് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഇതെല്ലാം ഇവിടെ ഫിനിഷായി ഗായ്സ്. ഇതെല്ലാം അഴിച്ചിവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇതിവിടെ സ്ഥിരമായിരിക്കുമെന്ന്, ബട്ട് അല്ല. വന്ന പ്ലാൻ ഫ്ലോപ്പായി. ഷോ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടുന്നത് ആ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകാം. സോ കം വിത്ത് മീ. ഈ റൈഡിലൊക്കെ കയറാനും ഗായ്സ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വന്നപ്പോൾ അതെല്ലാം എന്ത് അഴിച്ചിട്ടേക്കുന്നത്. ഇതവിടുത്തെ സ്റ്റോളാണ് ഗായ്സ്, ഫുഡ് സ്റ്റോൾ. ഞാൻ ഐസ്ക്രീം എടുത്തു, 2 ഫ്ലേവർ എടുത്തു. ഒന്ന് ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വെച്ചിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചായക്ക് വരാം. ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു ഗായ്സ്. ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ പ്ലാൻ അത്ര അങ്ങോട്ട് വർക്കായില്ല. എങ്കിലും നമുക്ക് ഇവിടെ വരാം, വൈകിട്ടൊക്കെ വരാം. ഇവിടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാം. അപ്പോൾ എൻജോയ് ചെയ്യാം കുറച്ച് ടൈം. അങ്ങനെ പിന്നെ ഈ പ്ലേയിങ് ഐറ്റംസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല, റൈഡ്സ് ഒന്നും കാണില്ല എന്നേ ഉള്ളൂ. റൈഡുകളൊക്കെ ഇല്ലാത്തതുകൊണ്ടൊരു വിഷമമായിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ ചുറ്റുമൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ അവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡ് ഐറ്റംസ് ഗായ്സ്, എനിക്ക് തോന്നുന്നു ഇവിടെ കയാക്കിങ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗായ്സ് അവിടെ ആളുകൾ പെഡൽ ബോട്ടും കയാക്കിങ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളിൽ പോയിട്ട് ചോദിച്ചു. അങ്ങനെ കോഫി എടുത്തു ഗായ്സ്. ഇവിടെ നിന്ന് ഒരു കോഫിക്ക് ഭയങ്കര ചൂടായിരുന്നു ഗായ്സ്. അതിൻ്റെ എക്സ്പ്രഷനാണിത്. കുഴപ്പമില്ലായിരുന്നു, കോഫി തിരക്കേടില്ല എന്നേ ഉള്ളൂ ഗായ്സ്. ഇവിടെ വാട്ടർ സ്പോർട്ട് മീൻസ് കയാക്കിങ്, നമ്മുടെ പെഡൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരണം. ഇവിടുത്തെ ഇപ്പം പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ ഇവിടെ അടുത്ത പ്രോഗ്രാം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വാട്ടർ സ്പോർട്സിൻ്റെയൊക്കെ റേറ്റിങ്ങും ടൈമിങ്ങും ഉണ്ട് ഗായ്സ്. അത് 2 മണി തൊട്ട് 6 മണി വരെയാണ്. ഓഫീസ് സ്റ്റോളിൽ ആ ചേട്ടനാണ് പറഞ്ഞത് ഇനി അടുത്ത ആഴ്ച ഇതുപോലത്തെ ഈ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഫുൾ ഈ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഗായ്സ്. ഇത്രേ ഉള്ളൂ, ചെറിയ ഫുഡ് കോർട്ടുകളാണ് എല്ലാം തന്നെ. പലതരം ചാറ്റ്സ് ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീംസും പിന്നെ അല്ലാത്ത ഹെവി ഫുഡിൻ്റേതായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും ഞാൻ അവിടെ കണ്ടു. ഞാൻ ഐസ്ക്രീമും കോഫിയും മാത്രമേ എടുത്തോളൂ. അപ്പോൾ ഇതാണ് ഇവിടെ ഫുള്ളുള്ളത്. കുറച്ചും കൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ റൈഡൊക്കെ വരുന്നുണ്ട്, പുതിയ വേറെ എന്തൊക്കെയോ കാര്യങ്ങളും അവർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു ഗായ്സ്. ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകും, ബട്ട് ഇവിടുത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഷിഫ്റ്റ് ആകും. അപ്പോൾ ഗായ്സ്, ഇവിടെ ഏകദേശം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലം കൂടെ ഉണ്ട് ഗായ്സ്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, വണ്ടിയിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പ്ലേസാണ്. കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വേണം എന്നേ ഉള്ളൂ, നന്നായിരിക്കും. ഇതാണ് ഗായ്സ് ആ ടൂറിസ്റ്റ് വാൻ. ഇതുപോലുള്ള 2-3-4-5 വണ്ടികളിൽ അവിടെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ജങ്കായി നമ്മൾ ഇറങ്ങിയ സമയത്ത്. ഇനി നമ്മൾ പോകുന്ന ഒരു ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ആളുകൾ ഫോട്ടോ എടുക്കത്തില്ല, ആ ഒരു സ്ഥലത്തേക്കാണ്. നല്ല രസമാണ്. ഇത് ഒരു പാലത്തിൻ്റെ ഒരു സൈഡിലാണ് ഗായ്സ് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയ്ക്ക് പറ്റിയൊരു ഇതായിരുന്നു, ഞാൻ വീഡിയോ എടുത്തതാണ് ഗായ്സ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു പാലത്തിലാണുള്ളത്. നല്ല രസമൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഗൈസ് ആ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഇവിടെ ഇതൊരു പാലത്തിൻ്റെ മുകളിലാണ് ഗൈസ്. ഇതാണ് അതിൻ്റെ താഴത്തെ വ്യൂ. ഇങ്ങനെ വെള്ളങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ബട്ട് നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഈ പാലം ഇങ്ങനെ പൊട്ടിയൊക്കെ പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ചെറിയ ചെറിയ പാച്ച് വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം, ഇതാ കാണുന്നുണ്ടല്ലേ, ചെറുതായി ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ആളുകൾ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. അതുകൊണ്ട് ഇവിടെ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഉള്ളവരും ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ. അതുപോലെ ഇവിടെ ആളുകൾ വള്ളത്തിലും ബോട്ടിലും ഇങ്ങനെ റൈഡും ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് നിങ്ങൾ കഴിഞ്ഞ എൻ്റെ ഒരു ഹാർബറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത് അവിടെ ആയിട്ടാണ്. അവിടെ ഇതതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ കാണുന്ന പോയിന്റ്. ഇവിടെ ഡയറക്റ്റ് ആ സൈഡിൽ നിന്ന് സൂര്യൻ വരുന്നതുകൊണ്ട് തന്നെ വെട്ടം മറയുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് ഗായ്സ്, ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞ് ഇരിക്കുകയാണ് ഇത് ഫുൾ. ഇവിടെ കൂടുതലും ഫോട്ടോഷൂട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഇടത്തില്ല, അതിന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. പിന്നെ സേവ് ദ ഡേറ്റിനും ആളുകൾ വന്ന് എടുക്കാറുണ്ട്. ഇതാണ് ഇവിടെയൊക്കെ നിന്നും ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. കണ്ടോ, പാലം ഫുൾ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്. അവിടെ നോക്കിയപ്പോൾ ഒരു അങ്കിളും മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.